ഇന്നും നമ്മളൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് തന്നെയാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു പത്തിരിയാണ് കേട്ടോ. ചട്ടിപ്പത്തിരിയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓയിലൊക്കെ വളരെ കുറച്ച് മതി, പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും. കൂടുതൽ ആളുകൾ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണിത്. കോമൺ ആയിട്ടുള്ള ചട്ടിപ്പത്തിരി തന്നെയാണ് ഞാനും ചെയ്യുന്നത്. പക്ഷേ കുറേ പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന ഒരു രീതി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചപ്പാത്തി ചുട്ടിട്ടുള്ള രീതിയിലുള്ള ചട്ടിപ്പത്തിരിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് നിറച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ നമുക്കിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു 6 അല്ലെങ്കിൽ 7 ചെറിയ ബോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. ആദ്യം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ സാധാരണ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇതുപോലെ കുഴച്ചെടുത്തിട്ട് 1 മിനിറ്റോട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടല്ല, ഒരു ചെറിയ ചൂടുള്ള വെള്ളം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലത്. ഒരുപാട് സമയം വെക്കണം നിർബന്ധമല്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഇതങ്ങ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി ഉള്ളിയൊക്കെ അരിഞ്ഞ് മസാല റെഡിയാക്കണം. അതിനു മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ സവാള അരിയൽ എങ്ങനെയാണെന്ന്. ശരിക്കും ഞാൻ സവാള അരിയുന്നത് കയ്യിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഏതോ ഒരു 1-2 വീട്ടിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അൽഫിന ഷബീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി 2-3 തവണയായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇതൊന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് റോയൽ ഫോർട്ടിൻ്റെ മിനി ചോപ്പറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളി അരിയാനായിട്ട് ഇത് വലിയൊരു ഇഷ്ടമല്ല. കാരണം ഇതിൽ അരിഞ്ഞിട്ടുണ്ടാക്കുന്ന മസാലയ്ക്ക് എന്തോ ഭയങ്കര ഒരു കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നലുണ്ട് കേട്ടോ. ഞാനെപ്പോഴും കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഉള്ളി അരിഞ്ഞെടുക്കുന്നത്. പിന്നെ തീരെ സമയമില്ലാത്തപ്പോഴേ ഇത് എടുക്കലുള്ളൂ കേട്ടോ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ നല്ല ഉപ്പേരി തോരൻ വെക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സൂപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ കുട്ടി ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ മെയിനായിട്ട് ചിക്കൻ ചട്ടിപ്പത്തിരി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ഒരു 350 to 400 ഗ്രാമിൻ്റെ ഉള്ളിൽ ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിങ്ങനെ വേവിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആക്കിയിട്ട് മാറ്റി വെക്കണം. മിക്സിയിൽ വേണമെങ്കിൽ ക്രഷ് ചെയ്യുക, പക്ഷെ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്തെടുക്കൽ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മസാല റെഡിയാക്കാനുള്ള പാൻ ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി മതിയാകും, അതോടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ആദ്യം മൂപ്പിച്ചെടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ മുളക് പൊടി കാര്യമായിട്ട് ഇടുന്നില്ല, പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 സവാള ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി അരിയുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൈ ഉപയോഗിച്ച് അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. മസാല ആക്കി വരുന്ന സമയത്ത് ചെറിയൊരു ഉള്ളി കടിക്കാനായിട്ട് കിട്ടും ചെയ്യും, കുഴഞ്ഞു പോവാത്തൊരു രീതിയിൽ. ഇങ്ങനെയൊക്കെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി ഒരുപാട് വഴന്ന് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി വരട്ടെ. ആ സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി വളരെ കുറവാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചിട്ടുള്ള പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് മാറ്റം വരുത്താം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ശരിക്കും ഒരു വലിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പുതിന ഇല കയ്യിലുണ്ടെങ്കിൽ അതും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. എന്നിട്ട് ഇനി ഇതിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതിക്കുന്ന ഒരു കല്ലുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. കൈ കൊണ്ട് ഇങ്ങനെ പിച്ചെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. മിക്സിയിൽ ക്രഷ് ചെയ്യാണ് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കൂടുതലായിട്ട് ഇഷ്ടം. പിന്നെ ചിക്കന് പകരമായിട്ട് ബീഫ് ചട്ടിപ്പത്തിരിയൊക്കെ സൂപ്പറായിട്ടോ. ഞാൻ വേറെ ദിവസം ഷെയർ ചെയ്യാം. ബീഫ് ചെമ്മീനൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഇറാനി പോളക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു ചിക്കൻ ഫില്ലിംഗ് ഉണ്ടല്ലോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വേറൊരു വെറൈറ്റി ഫില്ലിംഗ് കൂടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യലുണ്ട്. ആ ഒരു വീഡിയോ പിന്നെ ഒരു ദിവസം ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ചട്ടിപ്പത്തിരി തന്നെ ആവട്ടെ.
അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ചപ്പാത്തി പരത്തിയെടുക്കണം. കാരണം നമ്മൾ മാവ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് ഈ വലുപ്പത്തിലൊരു 6 ബോൾ അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ ഒരു 7 ബോളാക്കി എടുക്കാം കേട്ടോ. മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ വലുപ്പത്തിലായിരിക്കണം. ഇനി ഇത് എളുപ്പത്തിൽ പരത്തിയെടുക്കാനുള്ള ഞാൻ ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഓരോ ബോളും എടുത്തിട്ട് ഇതുപോലെ പത്തിരി പ്രസ്സിൽ ഒന്നങ്ങ് പ്രസ് ചെയ്തെടുക്കും. ഈ ഒരു വലുപ്പത്തിൽ. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ബാക്കി എല്ലാ ബോൾസും ഈ ഒരു വലുപ്പത്തിൽ തന്നെ ആദ്യം അങ്ങ് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇതുപോലെ പരത്തിയിട്ടുള്ള ഒരു പൂരിൻ്റെ വലുപ്പത്തിലുള്ള പത്തിരി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നന്നായിട്ട് തന്നെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ. അതായത് സൈഡിലൊക്കെ പ്രത്യേകം എത്തണം. എന്നിട്ട് ഇനി അടുത്ത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പൂരി ഉണ്ടല്ലോ, അതെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ട് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കുക. അതായത് ഈ നമ്മൾ ഓയിലാക്കിയതിൻ്റെ പകരമായിട്ട് ഇതിൻ്റെ മുകളിൽ മൈദയാണ് ആക്കി കൊടുക്കുന്നത്, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ. കൂടുതലുണ്ടെങ്കിൽ ഒന്നങ്ങ് തട്ടിക്കളയാം, എന്നാലും എല്ലാ ഭാഗത്തും പൊടി ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കൈകൊണ്ട് ഒന്നങ്ങ് പ്രസ് ചെയ്യാം. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത പൂരി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം വെച്ച് കൊടുത്തല്ലോ ആ ഒരു രീതിയിൽ തന്നെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു 3 പത്തിരി ചപ്പാത്തി നമുക്ക് ഒന്നിച്ച് പരത്തിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ചൊരു മൈദ ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണമെന്നില്ല, പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നല്ല കനം കുറഞ്ഞ് കിട്ടുകയും ചെയ്യും ചപ്പാത്തി. പിന്നെ എളുപ്പത്തിൽ പരിപാടി കഴിയും കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ, കുറേ ആളുകൾ ചെയ്യുന്നുണ്ടാവും, എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് പോയിക്കോളൂ. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഓരോന്നോരോന്ന് പരത്തിയെടുക്കേണ്ട ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതുപോലെ 3 ചപ്പാത്തി ഒന്നിച്ചായി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിത് ഒന്നിച്ച് തന്നെ ചുട്ടെടുക്കാം. അതിപ്പോൾ ഞാൻ കാണിക്കാം. ഇതുപോലെ ഉണ്ടാകും. പിന്നെ നമ്മളിത് പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏത് പാനിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉൾവശത്തിന് പാകമായിട്ടുള്ള വലിപ്പത്തിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 3 കൂടെ ഞാനിത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ ഒരു പാനിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വലിപ്പമായിരിക്കണം ഉണ്ടാക്കിയെടുക്കുന്ന ചപ്പാത്തി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ചപ്പാത്തി ഒരു പാൻ ചൂടാക്കിയിട്ട് ഒന്ന് ചുട്ടെടുക്കണം. ഇത് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി ചൂടുന്ന പോലെ നല്ലതായിട്ട് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് ഒന്നങ്ങ് ആവി കയറുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒരു 3 ചപ്പാത്തി ഉള്ളത് കൊണ്ട് തന്നെ 3 കറക്റ്റ് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഇതല്ല നമ്മളിപ്പോൾ സിംഗിളായിട്ട് ഓരോരോ ചപ്പാത്തി ചുട്ടെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു തവണ മാത്രം തിരിച്ചിട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 2 തവണ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചിടുന്നത്. വീഡിയോയിൽ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തിയുടെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനും ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പരത്തിയിട്ടല്ലോ, അത് ഇതുപോലെ തന്നെ ഒന്നങ്ങ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം നമ്മൾ ഉള്ളിൽ ഓയിലും മൈദയൊക്കെ വെച്ചതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് പറ്റും. വേറെ ഒരു പ്രശ്നവും വരില്ല. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇപ്പോൾ ചിലവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരിയോട് ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന ചപ്പാത്തിക്ക് ചെറിയൊരു ക്രിസ്പി കുറവുണ്ട്. അപ്പോൾ ഓരോരോ ചപ്പാത്തി ക്രിസ്പി ആക്കിയിട്ട് ഇഷ്ടമാണ്, സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇതൊരു ഈസി മെത്തേഡെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചപ്പാത്തി മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 4 മീഡിയം വലിപ്പത്തിലുള്ള മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു മുട്ടയിലേക്ക് ആവശ്യമുള്ളത് മാത്രം മതി കേട്ടോ. കാരണം മസാലയിലും ചപ്പാത്തിയിലൊക്കെ ആവശ്യത്തിനുള്ളതുണ്ട്, അത് മാത്രം മതിയാകും. പിന്നെ ഇതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു 1/4 കപ്പ് പാല്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നമ്മൾ നാടൻ രീതിയിലുള്ള ചട്ടിപ്പത്തിരി ആയതുകൊണ്ട്. ശരിക്കും ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അതുകൂടെ ഇട്ട് കൊടുക്കലുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർക്കും കയ്യിലുള്ളവർക്കും അത് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. മുട്ടയുടെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു പത്തിരി ഉണ്ടാക്കാനായിട്ടുള്ള പാൻ ചൂടാക്കി എടുക്കുക. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ. അപ്പോൾ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് പാനിന് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിന് അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗ്യാസ് ഓഫാക്കി ഇടുക. കാരണം തീ കത്തിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യേണ്ട ആവശ്യമില്ല, പാനിന് ചൂടുണ്ടായാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി എടുക്കുക. എന്നിട്ട് ഈ മുട്ട പാലിൻ്റെ കൂട്ടുണ്ടല്ലോ അതിൽ നന്നായിട്ടൊന്നങ്ങ് മുക്കിയെടുക്കുക, എല്ലാ ഭാഗത്തേക്കും കൂട്ടെത്തുന്ന രീതിയിൽ.
എന്നിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ചട്ടിപ്പത്തിരി ചെയ്യുന്ന സമയത്ത് ഇതാ ഒരു പത്തിരിയും കൂടെ, അതായത് ഒരു ചപ്പാത്തിയും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കും കേട്ടോ. മസാല വെക്കുന്നതിന് മുൻപായിട്ട്, അതായത് നമ്മളിത് മുറിച്ച് കഴിച്ച് കയ്യിലെടുക്കുന്ന സമയത്ത്, കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നല്ലൊരു കട്ടി കിട്ടും. അടിയിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് താഴേക്ക് മസാല ഫില്ലിങ് പോകുന്ന ഒരു പ്രശ്നം വരില്ല. നല്ലൊരു കട്ടിയിൽ കയ്യിലെടുത്ത് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അടിയിൽ ഒരു 2 ചപ്പാത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ മൊത്തം ഒരു 6 or 7 ചപ്പാത്തി എടുക്കുക, പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മസാല വെച്ച് കൊടുക്കുക. മസാല വെക്കുമ്പം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ ചട്ടിപ്പത്തിരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം മസാല ഉണ്ടായാലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ചാണെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ കുറച്ച് കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മസാല കുറച്ച് കൂടുതൽ വേണം. ഇനി നമ്മൾ 6 ചപ്പാത്തി കഴിയുന്നത് വരെ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. മസാല വെച്ചതിൻ്റെ മുകളിലേക്ക് ഒരു ചപ്പാത്തി എടുക്കുക, മുട്ടയുടെ പാലിൻ്റെ കൂട്ടിൽ മുക്കുക, ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല വെച്ച് കൊടുക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ചപ്പാത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മസാല വെക്കരുത് കേട്ടോ. ഏറ്റവും മുകളിൽ ചപ്പാത്തിയാണ് വരേണ്ടത്. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള എല്ലാ ചപ്പാത്തിയും മസാലയൊക്കെ ഇതിൽ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടയുടെയും പാലിൻ്റെയും കൂട്ടുണ്ടല്ലോ, ആദ്യം ഇതിൻ്റെ സൈഡിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കാരണം അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. സൈഡിലൂടെ എന്തായാലും ഒഴിക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ പത്തിരി തിരിച്ചിട്ട് എടുക്കുന്ന സമയത്ത് നല്ല കവറായി കിട്ടുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ബാക്കിയുള്ളത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന 4 മുട്ട ഇതിന് കറക്റ്റ് ആയിരിക്കും. ഇനി ഇത് അടിയൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ദോശക്കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 to 20 മിനിറ്റാണ് ഞാൻ സമയം പറയുന്നത്. ചിലപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ തീ അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരാം കേട്ടോ. എനിക്കെപ്പോഴും ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ആയി കിട്ടലുള്ളത്. ചിലപ്പോൾ ഒരു 15 മിനിറ്റിലും ആയി വരലുണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൻ്റെ മുകളിൽ ആ ഒരു ഒഴിച്ചിട്ടുള്ള മുട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കുന്ന സമയത്ത് അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ 2 മിനിറ്റ് ചൂടാറാൻ വെക്കുക. അല്ലെങ്കിൽ ഇതുപോലെ സൈഡൊന്ന് വിടിയിച്ചതിന് ശേഷം വേറൊരു പാനിലേക്ക് കമിഴ്ത്തിയെടുക്കാം. തിരിച്ച് കമിഴ്ത്തുന്ന പാനിലും കുറച്ചൊരു നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യ് തടവിയ പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് തിരിച്ച് കമിഴ്ത്തിയെടുത്താൽ മതി. ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ള പാനിൻ്റെ അടിവശമൊക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വളരെ ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതായത് അതിൻ്റെ ആ ഒരു അപ്രവശം ഉണ്ടല്ലോ ഒന്നങ്ങ് മുരിഞ്ഞ് കിട്ടുന്നത് പോലെ, അത്ര മാത്രം മതിയാകും. അപ്പോഴായിരിക്കും 2 ഭാഗവും നല്ല ക്രിസ്പി, പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കമിഴ്ത്തി എടുക്കുന്ന സമയത്ത് ഈ വശവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരി, ചിക്കൻ ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവണം, അപ്പോഴേക്കും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ബ്ലാക്ക് ഒലീവ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നല്ല പെർഫെക്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നല്ല കറക്റ്റ് ആ ലെയറൊക്കെ കറക്റ്റ് തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ല ഒരു കനം ഉണ്ടാവും. അടിയിൽ 2 ചപ്പാത്തിയൊക്കെ വെച്ചതുകൊണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക് യു.